മഴകൾ പല വിധത്തിലുണ്ട്. ചില മഴകൾ കലുഷിതമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ക്യാൻസർ രോഗം അത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന്. എന്നാൽ നോഹയുടെ മഴവില്ല് പോലെ അവസാനം സമാധാനത്തിൻ്റെ മഴവില്ല് വിരിയുന്നതായി മാറുകയും ചെയ്യും. അത്തരം ജീവിതങ്ങളെയാണ് നമ്മൾ മഴവില്ല് തീർക്കുന്നവർ എന്ന ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം തോമസ് പന്തംപ്ലാക്കൽ സാറിനെയും മോൾ ടീച്ചറിനെയും. അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ വചനവേദിയിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കിഡ്നിയെ ഈശോ തലോടുന്നത് കാണുന്നു. ഇതേ നിമിഷം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദർശനപരമുള്ള അനവധി പേർ അതേ സീൻ കണ്ടു. ഈശോ വന്ന് എൻ്റെ കിഡ്നിയെ തലോടുന്നു. ഈ സമയത്താണ് എൻ്റെ ഈ ലൈൻ റിമൂവ് ചെയ്യുന്നത്. ലൈൻ റിമൂവ് ചെയ്തു. എൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർക്ക് സംശയമായി, ബ്ലഡ് ടെസ്റ്റ് തെറ്റിപ്പോയോ? കാരണം അതുവരെ അവർ ഡയാലിസിസ് ചെയ്തിട്ട് 10.5 ക്രിയാറ്റിനിൽ നിന്ന് 8.5 വരെ ആക്കാനേ അവർക്ക് പറ്റിയിട്ടുള്ളൂ. പിന്നീട് ഇപ്പോഴാണെങ്കിൽ വേറെ പ്രത്യേക ഒരു മരുന്നൊന്നും തന്നിട്ടില്ല, ഡയാലിസിസ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ക്രിയാറ്റിൻ 8 കുറഞ്ഞിരിക്കുന്നു. ഈശോയുടെ തലോടലിന്റെ അത് ഡോക്ടർമാരെ സംബന്ധിച്ച് അസംഭവ്യമായ കാര്യമാണ്, അത് സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഈ ടെസ്റ്റ് തെറ്റിപ്പോയെന്ന്. അതുകൊണ്ട് വീണ്ടും ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയച്ചു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ക്രിയാറ്റിൻ കുറഞ്ഞു. അത് 7.5 ആയിരിക്കുന്നു. 0.5 കുറഞ്ഞു. അപ്പം ഡോക്ടർമാർക്ക് സംശയമായി, ഈ ക്രിയാറ്റിൻ വീണ്ടും റിവൈവ് ചെയ്യാൻ പോവുകയാണെന്ന്. അതിന് ഒരിക്കലും റിവൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇവർക്ക് ഡോക്ടർമാർക്ക് സംശയമായി, ഈ കിഡ്നി വീണ്ടും റിവൈവ് ചെയ്യാൻ പോവുകയാണെന്ന്. ഇത് ഒരിക്കലും റിവൈവ് ചെയ്യല എന്ന് അവർ അസന്നിഗ്ധമായി പറഞ്ഞതാണ്. കിഡ്നിക്ക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ഡയാലിസിസ് മാത്രമേ ഉള്ളൂ, മരുന്നില്ല, 2 കിഡ്നിയും ഫെയിലാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് അല്പം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇനി ലൈൻ ഇടാം. പിന്നീടുള്ള ഓരോ ടെസ്റ്റിലും ഈ ക്രിയാറ്റിൻ 0.5 കുറയാൻ തുടങ്ങി. അങ്ങനെ അത് 4.5 എത്തിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നമുക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം. അങ്ങനെ എൻ്റെ കീമോ ആരംഭിച്ചു. എൻ്റെ ദൈവം ആ മരുന്നും എൻ്റെ ശരീരത്തെ അനുയോജ്യമാക്കി മാറ്റി. വളരെ വേഗത്തിൽ എൻ്റെ ക്യാൻസറിൻ്റെ അണുക്കൾ കുറയാൻ തുടങ്ങി. ഏകദേശം 36 കീമോ കഴിഞ്ഞപ്പോൾ എൻ്റെ മജ്ജി എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നു മജ്ജിയിൽ ഇപ്പോൾ ക്യാൻസറിൻ്റെ അണുക്കളേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് വന്ന ക്യാൻസർ, അതായത് മജ്ജയിൽ ക്യാൻസർ വന്ന് കിഡ്നി ഫെയിലായ കേസ് 6 മാസത്തിൽ കൂടുതൽ അത് വന്നിട്ട് ഒരാളും ജീവിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത് ലോകത്ത് ആർക്കും സൗഖ്യമാകാത്തൊരു രോഗത്തിൽ നിന്ന് ഞാനത് സൗഖ്യമായിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്, ഇപ്പോൾ മജ്ജ അങ്ങ് മാറ്റിയാൽ ഇനി ഒരിക്കലും ഈ ക്യാൻസർ തിരിച്ചു വരിക. ഈ മജ്ജ മാറ്റൽ പ്രക്രിയ വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. വളരെ സങ്കീർണമായ പ്രോസസ്സാണ്. അതിങ്ങനെ എല്ല് മുറിച്ചിട്ടൊന്നും അല്ല മജ്ജ മാറ്റുന്നത്. അതായത് മരുന്നടിച്ച് വെച്ച് മജ്ജ രക്തത്തിലേക്ക് കലർത്തി ആ രക്തം പുറത്തേക്ക് എടുത്ത് മെഷീനിലൂടെ കടത്തി വിട്ട് കടഞ്ഞ് മജ്ജയെ മാറ്റി വീണ്ടും ആ രക്തം ഉള്ളിലേക്ക് കയറ്റി വിടുന്ന ഒരു പ്രക്രിയയാണ്. അത് വലിയൊരു പ്രോസസ്സാണ്. അപ്പം അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു മരിച്ച മനുഷ്യനെ പോലെ ബോധമുണ്ട്, മരിച്ച മനുഷ്യൻ ഡെഡ് ബോഡി പോലെ കിടക്കുന്ന ഒരു മജ്ജ എടുത്തിട്ട് രണ്ടാമത് മജ്ജ ക്ലീൻ ചെയ്യും. എന്തെങ്കിലും അണുക്കളോ ആ മജ്ജയിലെടുത്ത മജ്ജയിൽ അണുക്കളുണ്ടെങ്കിൽ അത് മാറ്റും അവരെ. അങ്ങനെ മാറ്റിയിട്ട് അതാണ് പിന്നെ കയറ്റുന്നത്. അപ്പോൾ ആ കയറ്റുന്നതിന് മുമ്പ് അവർ 2 ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലുള്ള കംപ്ലീറ്റ് മജ്ജ ഇല്ലാതാക്കുന്നത്, നിലവിലുള്ള മജ്ജ അലിയിച്ച് കളയും. എന്നിട്ടാണ് ഈ പുതിയ മജ്ജ കയറ്റുന്നത്. അപ്പം അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആളങ്ങ് കംപ്ലീറ്റ് ഡെഡായതുപോലെ ഒന്നും ഇല്ലാത്ത ഒരാളായി മാറും. ഒരു അബോധാവസ്ഥയിലായിരുന്നു. ബോധം ചില സമയത്തൊക്കെ ബോധമുണ്ട്, കാരണം ചില സമയത്ത് മാത്രമേ ആ ബോധാവസ്ഥയിലേക്ക് പോകാവൂ. ഒരു ഹാലൂസിനേഷൻ സ്റ്റേജിലേക്ക് ആ സമയത്ത് അങ്ങ് പോകുന്നു. ഈ മസിൽസ് ഒക്കെ കംപ്ലീറ്റ് അങ്ങ് പോകും. ഇത് എല്ലാം ഈ ഒരു തൊലി മാത്രമേ കാണുള്ളൂ. ആ തൊലിയുടെ നിറമാണെങ്കിൽ നമ്മുടെ മുടിയുടെ നിറമായിരിക്കും, അതുപോലെ ആയിപ്പോകും.
ഏതായാലും മജ്ജ മാറ്റി അവിടുന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ അല്പമൊക്കെ ആരോഗ്യം വെച്ച് വന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു, തോമസിനെ ഞാൻ ഡിസ്ചാർജ് ചെയ്യുകയാണ്, ഇനി നിനക്ക് ഇനി മരുന്നൊന്നും വേണ്ട, വീട്ടിലേക്ക് പോകാം. പക്ഷെ ഒറ്റ നിബന്ധന മാത്രം, മജ്ജ ഇപ്പം ശരീരത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് മരണകാരണമായിരിക്കും, അത് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുകയില്ല. അങ്ങനെ ഇൻഫെക്ഷൻ വരാതെ നോക്കാമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകും. അങ്ങനെ 8 മാസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിടത്ത് നിന്ന് തിരിച്ച് വീട്ടിലോട്ടെത്തി സൗഖ്യത്തോടെ. സൗഖ്യമെന്ന് പൂർണ്ണമായിട്ട് പറയാറായില്ല. ഞങ്ങൾ വന്ന് ഇവിടെ ഒരു ഒറ്റ ഒരു മുറിക്കുള്ളിൽ ഞാനും എൻ്റെ മോളെയും മറ്റാർക്കും പ്രവേശനം ഇല്ലാതെ അവിടെ കഴിയുകയാണ്. കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവരുതല്ലോ. ഓരോ ദിവസം കഴിയുമ്പോൾ പതുക്കെ ആരോഗ്യം വെച്ച് വരാൻ തുടങ്ങി. ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഫോണൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായി. ഞാൻ കോളേജിലേക്ക് വിളിച്ചിട്ട് എൻ്റെ HOD പറഞ്ഞു, അടുത്ത സെമസ്റ്ററിൽ എനിക്ക് കൂടെ ടൈം ടേബിൾ കിട്ടോ, തോമസ് സാർ അടുത്ത സെമസ്റ്ററിൽ കൊടുത്തുകൊണ്ട് ക്ലാസ്സിൽ വരുന്നു. തിരിച്ചു വരാം അല്ലേ, അധ്യാപനത്തിലേക്ക് വീണ്ടും അതെ. ഇത് കേട്ട് മാനേജരച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, തോമസ് സാർ ഇവിടെ വന്ന് ക്ലാസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് അടുത്ത സെമസ്റ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അവിടെ അത് ആരംഭിക്കാമെന്ന് വെച്ചു. ഏതായാലും വെല്ലൂരിൽ നിന്ന് പോരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു, ഇനി മരുന്നൊന്നും വേണ്ട, പക്ഷെ ഓരോ 3 മാസം കഴിയുമ്പോൾ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ വെല്ലൂരെത്തി ബ്ലഡ് കൊടുത്തു. ഡോക്ടർക്ക് ആ റിസൾട്ട് കിട്ടി. ഞങ്ങൾ ഡോക്ടറെ മുന്നിലിരിക്കുന്ന അവസരത്തിൽ ഡോക്ടർ പറയുകയാണ്, മൈലോമ എഗെയിൻ വർക്കപ്പായി, ക്യാൻസർ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ആദ്യം മജ്ജ മാറ്റിയപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു, 10 വർഷം കഴിഞ്ഞേ ഇനി വരുവാണെങ്കിൽ മജ്ജ മാറ്റിയൊക്കെ വരുള്ളൂ, ഇനി എങ്ങനെ വന്നാലും 5 വർഷം കഴിഞ്ഞേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് മജ്ജ മാറ്റിച്ചത്. ആ രോഗമാണ് ഇപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു വന്നത്. കേട്ട് ഞങ്ങൾ പകച്ച് ഡോക്ടറെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഡോക്ടർ അന്നേരം പറയാ, നിങ്ങൾ ഇനി നാട്ടിൽ ചികിത്സിച്ചാൽ മതിയെന്ന്. ഡോക്ടർ എന്നെ ഒഴിവാക്കുക. കാരണം ഡോക്ടർക്ക് അറിയാം ഇനി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉപയോഗമില്ല. കാരണം ഈ രോഗം രണ്ടാമത് വന്നിരിക്കുന്നത് മരുന്നിനെ അതിജീവിക്കാനുള്ള ശക്തി നേടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ കൈയൊഴിഞ്ഞു തന്നെ. ഞങ്ങളൊന്നും മിണ്ടാതെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് മരുന്ന് വാങ്ങിപ്പോക്കോ, നാട്ടിൽ പോയി ഇത് കയറ്റിയാൽ മതി. ഈ ഒരു സമയത്ത് രണ്ടാമതും രോഗം തിരിച്ചു വന്നെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താ? അന്നേരത്തെ അവസ്ഥ ദൈവത്തെ വീണ്ടും സംശയിച്ചു തുടങ്ങുമോ? എനിക്ക് സംശയമൊന്നും വന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു മരവിപ്പാണ്, ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥ. ഏതായാലും ഞങ്ങൾ അന്ന് അവിടുന്ന് മരുന്ന് വാങ്ങിപ്പോന്നു. ഏകദേശം 1 ലക്ഷം രൂപയോളം അന്നത്തെ മരുന്നിന്. അത് വാങ്ങി ഇവിടെ നാട്ടിലെത്തി ഡോക്ടർമാരുടെ പുറകെ നടക്കാൻ തുടങ്ങി. ഇതൊന്ന് ശരീരത്തിൽ കയറ്റി കെട്ടണ്ടേ, ഒരാൾ ആ റിസ്ക് ഏറ്റെടുക്കുന്നില്ല. അവസാനം ബന്ധുക്കൾ, ഈ പ്രത്യേകിച്ച് അളിയന്മാർ, അവർ ഓടി നടന്നു. അങ്ങനെ അവർ കോഴിക്കോട് നിന്ന് ഒരു ഡോക്ടർ സമ്മതിച്ചു 3 മാസക്കാലം മരുന്ന് കയറ്റി തരാം. അങ്ങനെ എൻ്റെ കീമോ രണ്ടാമത് ആരംഭിച്ചു. ഈ രണ്ടാമത്തെ കീമോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലെ അല്ലായിരുന്നു. അതിൻ്റെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു. ഈ മരുന്ന് കയറി കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറുകൾക്ക് ശേഷം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് തുടങ്ങും. അത് എനിക്ക് പിന്നെ കിടന്നിടത്തുനിന്ന് എഴുന്നേക്കണമെങ്കിൽ 4 ദിവസം കഴിയണം. ആ അവസ്ഥയിലായി. അതുമാത്രമല്ല, ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വേദന വരാൻ തുടങ്ങി. എവിടെയൊക്കെയോ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്നൊരു വേദന അങ്ങ് വരും. അത് കുറേ നേരം നിൽക്കും. അത് കഴിഞ്ഞിട്ട് അതങ്ങ് പോകും. അപ്പം ഞാൻ ഈ രോഗം വന്ന് മരിച്ചുപോയ പലരുടെയും ബന്ധുക്കളെ എനിക്കറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന അവസരത്തിൽ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു വെച്ചിരുന്നു, ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്, എൻ്റെ സമയമായോ എന്നറിയാൻ വേണ്ടി അന്വേഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ആ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനിയിപ്പം മരണത്തിൻ്റെ പ്രിപ്പറേഷനല്ലേ. ഇപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, ഇനി ഏതായാലും കുടുംബത്തിന് ബാധ്യതയാകരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ വരുന്ന വേദനയൊന്നും ഞാൻ ആരോടും പറയാതെ സഹിക്കാൻ തുടങ്ങി. കാരണം ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടും.
എവിടെ ഓടിയിട്ടും കാര്യമില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഈ വേദന മുഴുവൻ ഞാൻ സ്വയം സഹിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് വീണ്ടും വെല്ലൂരെത്തി കഴിഞ്ഞ അവസരം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഈ മരുന്ന് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, വല്ല ഗുളികയാക്കി തരാൻ പറ്റുമോ? ഡോക്ടറുടെ മുന്നിൽ ഈ രോഗസൗഖ്യമില്ല, ഡോക്ടറുടെ മുന്നിൽ രോഗിയുടെ സമാധാനം മാത്രമാണ് പ്രശ്നം. ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്താ ഗുളികയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് കീമോ ഗുളികയാക്കി മാറ്റി തന്നു. അതുകൊണ്ട് ഒരു ഗുണം കിട്ടി. ചിലവ് 1,00,000 നിന്ന് 10,000 കുറഞ്ഞു വന്നൊരു ഗുണം കിട്ടി. വേദനകളോ? പക്ഷെ പ്രശ്നം വീണ്ടും സങ്കീർണ്ണമാണ് കഴിയുന്നത്. ഇത് മരുന്ന് ഈ ഗുളിക കഴിക്കാൻ തുടങ്ങിയതോടുകൂടി സൈഡ് എഫക്റ്റ് അതിഭയങ്കരമായി. ഞാൻ കറുത്ത് വിരൂപനായി, മുഖത്തെ തൊലിയെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വരാൻ തുടങ്ങി, ശരീരത്തിലെ മാംസമെല്ലാം പോയി, അതിങ്ങനെ വീണ്ടും എല്ലാം തൊലി തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായി. ഈ സമയത്ത് ഞാൻ ഇനി അധികം ദിവസം ബാക്കിയില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ മരണത്തെ ഇങ്ങനെ മുന്നിൽ കാണാൻ ഫേസ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിച്ചിങ്ങനെ കിടക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് പൊട്ടിക്കരയുന്നത്, അവർ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത്, പിന്നെ എടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ ഒരു ശബ്ദം കേട്ടു. അതിതായിരുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങളിൽ കുറുകി പോയിട്ടില്ല. ഇതിനു മുമ്പേ ഇതുപോലത്തെ ശബ്ദം കേട്ടതാണല്ലോ, എന്നിട്ടും വലിയൊരു ഗുണമൊന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഈ ശബ്ദത്തിന് ഞാൻ വില കൊടുത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേ സ്വരം കേൾക്കുക, രക്ഷിക്കാനാവാത്ത എൻ്റെ കരം കുറുകി പോയിട്ടില്ല. ഇത് ഞാൻ പരിഗണിക്കാതെ വന്ന അവസ്ഥ ഇവളും അതേ സ്വരം കേൾക്കാൻ തുടങ്ങി. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല. കുറേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തെന്നെ രക്ഷിക്കാത്തത്? ഞാനിവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുക, രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകി പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്നെ രക്ഷിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചു, എന്നിട്ട് എന്നെ രക്ഷിക്കാത്തത്? പക്ഷേ ഞാൻ അതിനൊരു മറുപടിയും കേട്ടില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് യോന പ്രവാചകനെ ഓർമ്മ വന്നു. നിശബ്ദത നമ്മളോട് സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്ന പോലെ അല്ലേ? യോന പ്രവാചകൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ നേരെ ബൈബിൾ എടുത്ത് യോനയുടെ പുസ്തകം വായിക്കാൻ തുടങ്ങി. അതിലെ 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. അതിതാണ്, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർഷിഷിലേക്ക് ഓടി. ഇതാണ് വചനം. ഈ സീൻ എൻ്റെ പിന്നിൽ അങ്ങ് തെളിഞ്ഞു വന്നു. യോന നിനിവയിലേക്ക് പോകാൻ വേണ്ടി കടപ്പുറത്ത് വന്ന് നിൽക്കുന്നു. അപ്പം കാണുന്നത് താർഷിഷിലേക്ക് പോകുന്നൊരു കപ്പലാണ്. അവനതിൽ ചാടി കയറി ഏറ്റവും അടിയിലത്തെ ഡിക്കി പോയി സുഖമായിട്ട് കിടന്നുറങ്ങാൻ. കപ്പൽ പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാരണമില്ലാതെ പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടാകും. കടൽ ശോഭിക്കുന്നു, കപ്പൽ നശിക്കുന്ന അവസ്ഥയിലായി. ആൾക്കാർ പരിഭ്രാന്തരായി ഓടി നടക്കുക. എന്തായി ആ സമയത്ത് ഒരു കാരണമില്ലാതെ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായത്? അവർ ഓടി നടന്നു. അങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാർ യോനേൻ്റെ അടുത്തെത്തിയപ്പോൾ യോന പറയുക, അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. അങ്ങനെ അവൻ്റെ സമ്മതപ്രകാരം അവനെ എടുത്തിട്ട് കടലിലെറിയുന്നു. അവനെ കടലിലെറിഞ്ഞ നിമിഷം കാറ്റ് ശാന്തമാകുന്നു. ഈ കടൽക്ഷോഭം മാറുന്നു. കപ്പലിൻ്റെ പ്രതിസന്ധി തീരുന്നു. ഈ യോനെ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങുന്നു. തിമിംഗലം വിഴുങ്ങിയ നിമിഷം തൊട്ട് തിമിംഗലത്തിന് പ്രശ്നമായി. അത് വേദന സഹിക്കാതെ 3 ദിവസം ഊട്ടി നടന്നു. അവസാനം ഈ യോനെ ഛർദ്ദിച്ചതോടുകൂടി തിമിംഗലത്തിൻ്റെ പ്രശ്നം തീർന്നു. സമാധാനമായി. ഇതെൻ്റെ മനസ്സിലേക്ക് ഒരു പുതിയ ബോധോദയാണ് വന്നത്. അതിതാണ്, ദൈവം ഒരു മനുഷ്യനൊരു നിയോഗം കൊടുത്താൽ ആ നിയോഗത്തിന് വിരുദ്ധമായിട്ടാണ് അവൻ സഞ്ചരിക്കുന്നതെങ്കിൽ അവന് മാത്രമല്ല അവൻ്റെ ചുറ്റുപാടും അനർത്ഥങ്ങളുണ്ടാകും, അസ്വസ്ഥതകൾ എന്നറിയും. അതിന് എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന പല അനർത്ഥങ്ങളുടെ അടിസ്ഥാന കാരണം ദൈവത്തിൻ്റെ നിയോഗത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു. ഇവിടെയാണ് മാറ്റം തുടങ്ങുന്നത്, ഹീലിംഗ് തുടങ്ങുന്ന പോയിന്റ്. എപ്പോഴാണോ നാം നമ്മിലേക്ക് തിരിയുന്നത് അവിടെ വെച്ചാണ് മാറ്റം സംഭവിക്കുക. ഇതുവരെ നമ്മളെന്തായിരുന്നു ചെയ്തത്? മറ്റുള്ളവരേക്ക് തിരിഞ്ഞിരിക്കുക, അവർ ചെയ്ത കുറ്റങ്ങൾ, അവർ ചെയ്ത കുറവുകൾ, ഇത് കണ്ടുപിടിക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. എപ്പോഴാണോ നാം നമ്മളിലേക്ക് തിരിഞ്ഞ് എനിക്കെവിടെയാണ് തെറ്റിയത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ
അങ്ങ് എനിക്ക് തന്ന നിയോഗം എന്തായിരുന്നു? സമയത്ത് പെട്ടെന്ന് എനിക്ക് ആ വചനം ഓർമ്മ വന്നു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയുള്ളതാണ്. രോഗസൗഖ്യം ഉണ്ടായ തോമസ് സാറ് ചെയ്യാൻ പോയെന്താ, നേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പിള്ളേരെ കണക്ക് പഠിപ്പിക്കാൻ പോവുക. അതെ, കണക്ക് പഠിപ്പിക്കുന്നത് എന്താ, പാവമാണോ? പാവമൊന്നുമല്ല. പക്ഷേ തോമസ് സാറിന് നൽകിയ നിയോഗം അതല്ലായിരുന്നു. അപ്പം അത് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ ദൈവത്തിന് വാക്ക് കൊടുത്തു. ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഈ 2ാം ജന്മം ഞാൻ അങ്ങേക്കായി മാറ്റി വെക്കുന്നു. അങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ പഠിപ്പിച്ചിരുന്നവരുമായ എല്ലാ അധ്യാപകരുടെയും നമുക്ക് ഈ സമയം നന്ദിയോടെ ഓർക്കാം. അവർ പങ്കുവെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കൂടെ ബൈറ്റ്സ് ആയിട്ട്. അത് നമുക്കൊന്ന് കാണാം. അന്തപ്പളാക്കി തോമസ് സാറ് ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ തന്നെ പേരാവൂർ ഹൈസ്കൂളിൽ ഞങ്ങൾ സഹകരണ പ്രവർത്തകരുമായിരുന്നു. പിന്നീട് അദ്ദേഹം ഹെഡ് മാസ്റ്ററായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പേരാവൂർ സ്കൂളിനെ കേരളത്തിലെ മികച്ച ഒരു വിദ്യാലയമാക്കി മാറ്റാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഒരു ദിവസം ഭാര്യ വീട്ടിൽ പോയി. അവിടെ നിന്ന് എന്തോ അസ്വസ്ഥതയുണ്ടായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വന്നു. എന്നേരമാണ് അറിയുന്നത് അദ്ദേഹത്തിന് എന്തോ മാരകമായ രോഗം ബാധിച്ചുവെന്ന്. അദ്ദേഹത്തെ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് തോമസ് സാറിന് രക്ഷയില്ലാത്ത രീതിയിലുള്ള മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചു എന്നാണ്. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വന്നു. ഞാൻ അന്നേരം പറഞ്ഞു, സാറൊന്നും പറയണ്ട, ഞങ്ങൾ സാറിനെ കാണാൻ വരുന്നു. അപ്പോഴാണ് സാർ പറയുന്നത്, വരികയാണെങ്കിൽ നാളെ തന്നെ വരണം, എനിക്ക് ട്രീറ്റ്മെൻറ്റ് മറ്റന്നാൾ ആരംഭിക്കും. ഞങ്ങൾ വൈകാതെ തന്നെ കാറെടുത്ത് ബാംഗ്ലൂർ വഴിക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് ഞങ്ങളോട് പറഞ്ഞു, എടോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ സുഖം പ്രാപിച്ച് നാട്ടിൽ വരുമെന്ന്. അത് കേട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അളിയൻ ജോജി പറഞ്ഞു, ഇദ്ദേഹം രക്ഷപ്പെടില്ല, ഈ രോഗം ബാധിച്ച ആൾക്കാരാരും രക്ഷപ്പെട്ടതായ ചരിത്രമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കേറെ ദുഃഖമുണ്ടായി. ഞങ്ങൾ പ്രാർത്ഥനാപൂർവം മടങ്ങി. പക്ഷേ വീട്ടിലെത്തി അന്ന് രാത്രി ഒരു 10:30 ഇപ്പം തോമസ് സാറിൻ്റെ ഒരു ഫോണ്, സ്കറിയ സാറേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണ്, എനിക്ക് മാരകമായ രോഗമാണ്, ഈ രോഗം ബാധിച്ചവരാരും രക്ഷപ്പെടില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷേ ഞാൻ രക്ഷപ്പെടും, കാരണം മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഹൈടെക് ആംബുലൻസിൽ ഞാൻ വെല്ലൂർക്ക് വരുമ്പോൾ ഈശോ എൻ്റെ സമീപത്ത് വന്നിരുന്ന് എന്നെ തലോടി. എന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നോക്കുമ്പോൾ മാതാവും സമീപത്തുണ്ട്, ആ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും. ഞങ്ങൾക്കേറെ സന്തോഷമായി. അതിനുശേഷം ദീർഘനാൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റുമായിട്ട് അവിടെ ഉണ്ടായി. ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി കാണാൻ പോയി. എന്തായാലും കഠിനമായ ചികിത്സയ്ക്കും യാതനകൾക്ക് ശേഷം
അദ്ദേഹത്തിൻ്റെ ആ ബോധ്യത്തിൽ, ആ വിശ്വാസത്തിൽ, ദൈവാനുഗ്രഹത്തിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് കുറച്ച് നാൾ വീട്ടിൽ വിശ്രമിച്ചു. ഇത്തരുണത്തിൽ അദ്ദേഹം നിലവിൽ മോട്ടിവേഷൻ സ്പീക്കറും കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സ്കൂളിൽ എനിക്ക് എൻ്റെ 10ാം ക്ലാസ് കുട്ടികൾക്ക് സാറിൻ്റെ ഒരു ക്ലാസ് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പം സന്തോഷപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചു. പക്ഷെ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എന്നെ ദൈവമാണ് രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഇനിയും ഈശ്വരനാമം പ്രഘോഷിക്കാൻ മാത്രമേ ഞാൻ സമയം വിനിയോഗിക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറേ, ഞാൻ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെമ്മറി ടെക്നിക്സോ മാത്തമാറ്റിക്സോ ഒന്നും കൂടുതൽ പറഞ്ഞു കൊടുക്കുമെന്ന് സാറ് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറഞ്ഞു, എന്തും ആയിക്കൊള്ളട്ടെ, സാറിൻ്റെ അനുഭവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സ്കൂളിൽ വന്ന് അദ്ദേഹം ഒരു 2 മണിക്കൂർ നേരം കുട്ടികളുമായിട്ട് സംവദിച്ചു. കുട്ടികൾക്ക് സാറിൻ്റെ ആ ഈശ്വരാനുഗ്രഹം ശരിക്കും ബോധ്യപ്പെട്ടു. പല അനുഭവ സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ എൻ്റെ കുടുംബ സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ ഹെഡ് മാസ്റ്റർ തോമസ് സാറിൻ്റെ ഈ ജീവിത അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നില്ല. തോമസ് സാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.